ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ബ്ലൗസ് സിൽക്ക് ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് 1 മീറ്റർ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മടക്കിയിരിക്കുന്നത് ചെസ്റ്റ് വിഡ്ത്തിൻ്റെ 1/4 എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു വിഡ്ത്തിലാണ് ഞാനിപ്പോൾ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നിങ്ങനെ കുത്തി വെക്കുന്നത് കേട്ടോ. ആദ്യം അടയാളപ്പെടുത്തുന്നത് ഷോൾഡറാണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫ് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് മൈനസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ടാണ് ഷോൾഡർ മൈനസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് മൈനസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് അടുത്തത് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ കൈക്കുഴി എത്രയാണോ അതിൻ്റെ 1/3 എടുക്കുക. എന്നിട്ട് ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1/4 എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതനുസരിച്ചിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മുടെ ആ കൈക്കുഴി മാർക്ക് ചെയ്ത അവിടെ ഇങ്ങനെ ഒന്ന് സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുത്തിട്ട് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പിൻ്റെ അങ്ങോട്ട് കർവ് പോകരുത്. ബാക്കിയുള്ള പോർഷനിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്ക് എത്ര വിഡ്ത്തിലാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് നമുക്ക് എത്രയാണോ നെക്ക് ലെങ്ത്ത് വേണ്ടത് അതും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏത് മോഡൽ നെക്കാണോ വേണ്ടത് ആ ഒരു മോഡൽ നെക്കിൽ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആ ഒരു തയ്യൽ തുമ്പും വേണം. അതുകൂടാതെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പും കൂടി വേണം കേട്ടോ. ഇട്ടും അതനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത്ത് ബ്ലൗസിന് വേണ്ടത് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ താഴത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെപ്പറേറ്റ് മെറ്റീരിയൽ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാതെയാണ് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ താഴത്ത്. എന്നിട്ട് അവിടുത്തെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1/4 എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ചിൽ ഇതേപോലെ സ്ലോപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു സ്ലോപ്പും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ബാക്ക് സൈഡിന് മടക്കിയിട്ടതുപോലെ തന്നെ തുണി ഇതേപോലെ 2ആയിട്ട് മടക്കിയിടുക കേട്ടോ. നമ്മൾ ടക്ക് എത്രയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് മെറ്റീരിയൽ കൂടുതലായിട്ട് മടക്കിയിടുക കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിന് എത്രയാണോ മെറ്റീരിയൽ എടുത്തത് അതിനേലും ഒരു 3 ഇഞ്ച് കൂടുതലിട്ട് മടക്കുക കേട്ടോ. മടക്കിയിട്ട മെറ്റീരിയലിൻ്റെ മീതെയായിട്ട് നമുക്ക് ബാക്ക് സൈഡിൻ്റെ ആ ഒരു പോർഷൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലെ ടക്കുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ എത്ര ലെങ്ത്താണ് വേണ്ടത് അതിനേലും ഒരു 2 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴ്ത്ത് വരുന്ന ആ പട്ടയുടെ പോർഷൻ എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3.5 എടുത്തിരിക്കുന്നത്. എന്നിട്ട് താഴേക്ക് നമ്മുടെ ടക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടുത്തെ വിഡ്ത്ത് നമ്മുടെ ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലമാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതെനിക്ക് വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ 3.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു 3.5 തന്നെ താഴത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ കൈക്കുഴിയുടെ 1/2 എടുക്കുക. അവിടെയും ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക 1/2 അവിടെ. എന്നിട്ട് താഴെ നമ്മുടെ ടക്കിൻ്റെ അങ്ങ് നേരെ ടേപ്പ് പിടിക്കുക.
എന്നിട്ട് അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാറ്റിയിട്ടിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് 1/4 ഇഞ്ചിൽ നമുക്ക് ടക്കിട്ട് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് സൈഡിലോട്ട് മാറി 1/2 ഇഞ്ച് മേളിലോട്ടായിട്ട് ഒരു ടക്കിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നേരെ അങ്ങ് വരച്ചു കൊടുത്തിട്ട് അവിടെയും ഒരു 1/4 ഇഞ്ചിൻ്റെ ടക്കിട്ട് കൊടുക്കുക കേട്ടോ. നേരെ താഴ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ 1/2 ഇഞ്ചിൻ്റെ ടക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടുത്തെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒടിവിൻ്റെ അവിടുത്തെ വിഡ്ത്തില്ലേ അതും കൂടി നോക്കിയിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ 1/4 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നേരെ അങ്ങ് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ഇവിടെ എടുത്ത ആ ഒരളവ് ഇപ്പുറത്ത് നമ്മൾ കൂട്ടിയെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തുണി തികയത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ എടുത്തു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ ഒരു 1/2 ഇഞ്ച് മേലോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മാർക്ക് ചെയ്ത് അവിടെയും ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പുറത്തെ സൈഡും 1/2 ഇഞ്ചിൽ മേലോട്ടാക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് സൈഡിന് എത്ര നെക്ക് ലെങ്ത്താണ് വേണ്ടത് ആ ഒരു നെക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് നെക്കാണോ വേണ്ടത് ആ ഒരു മോഡൽ നെക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഉക്കിടാനുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 1/2 ഇഞ്ചോളം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉക്കിടാനുള്ള പോർഷനാണ്. അപ്പോൾ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് അവിടെ തുണി ഉണ്ടാവുമല്ലോ. പിന്നെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചുകൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 ഇഞ്ചാണ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ താഴെ ആ പട്ടയുടെ പോർഷൻ നമ്മുടെ ആ ഒരു അളവില്ലേ ആ ഒരു അളവ് തന്നെ എടുക്കുക. എന്നിട്ട് ആ കർവിൻ്റെ അവിടെ കൊണ്ട് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് കൂട്ടിയെടുക്കുക ഉണ്ടോ. എന്നിട്ട് ഈ ഫ്രണ്ട് സൈഡ് അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. താഴത്തെ പോർഷൻ കട്ട് ചെയ്യുമ്പോഴത്തേനും അതൊരു 2 പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ടക്കിൻ്റെ ആ ഒരു മാർക്കിങ് അപ്പുറത്ത് കൂടി മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അപ്പുറത്തെ പീസിലും കൂടി മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടക്ക് ചോക്ക് വെച്ചൊന്ന് കടുപ്പിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അങ്ങ് തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ആ ചോക്കിൻ്റെ പാട് അപ്പുറത്തും ആയി കിട്ടും. അപ്പോൾ ഇതേപോലെ അങ്ങ്
വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി സ്ലീവ്സ് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഇത് പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 3 ഇഞ്ചിൽ ഇതേപോലെ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി പോർഷൻ പഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് 2 ഇഞ്ചാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് നേരെ അങ്ങ് വരച്ചു കൊടുക്കുക. ഈ സൈഡ് പഫ് ഇടാനും പിന്നെ ബാക്കിയുള്ള പോർഷനാണ് നമ്മുടെ സ്ലീവിൻ്റെ അളവ് കേട്ടോ. ബോഡി പോർഷൻ കട്ട് ചെയ്തപ്പോൾ അതിൽ കൈക്കുഴി എത്രയാണോ വന്നത് അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ ഒരു 2.5 ഇഞ്ചിലാണ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ചെറിയ ബ്ലൗസ് ആയതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവ്സിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ വിഡ്ത്ത് അതിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. താഴത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് മെയിൻ ബ്ലൗസ് പീസാണ്. ഇതിൽ നമ്മുടെ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ലൈനിങ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത ആ പീസ് വെച്ച് നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇതേ ലൈനിങ് വെച്ച് ഇതേപോലെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ലൈനിങ് പീസ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നല്ല പീസിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. വീഡിയോ ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കട്ടിങ് വീഡിയോ മാത്രമാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിടാം കേട്ടോ. ഫ്രണ്ട് സൈഡിൽ ഈ പട്ടയുടെ പോർഷൻ മാത്രം താഴത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് താഴെ ആദ്യം നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പെടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ മടക്കിയിട്ടിട്ട് ഇതേപോലെ മടക്കി തിരിച്ചിട്ടിട്ടാണ് നമ്മൾ ഫുള്ള് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.